ഞാൻ സുധിച്ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ചായനും ഇച്ചായത്തിൽ നിന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലും പരിചയപ്പെടുന്നത്. കുറെ പേരെ ഞാൻ സമീപിച്ചു. ചിലവരൊക്കെ എന്നോട് ഇതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പറയണില്ല. പുള്ളിക്കാരൻ നിങ്ങൾ എന്നാ കാണണ്ടാന്നും പറഞ്ഞിട്ട് വേഗം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചിട്ട് പോയി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വെച്ചാൽ 2 ദിവസമായിട്ട് നമുക്ക് ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മൾ സുധിച്ചേച്ചിനെ ഹെൽപ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട്, അത് കണ്ടിട്ട് നമ്മളെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സുധിച്ചേച്ചി എന്നെ ആ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ വളരെ സന്തോഷമാണ് നമുക്ക്. അപ്പം എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് നമുക്ക് വന്ന കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുധിച്ചേച്ചിനെ മെസ്സേജസും കാര്യങ്ങളെല്ലാം വന്നായിരുന്നു. അതായത് സുധിച്ചേച്ചിനെ ഹെൽപ്പ് ചെയ്ത് ആ ചെയ്തേക്കണ യൂട്യൂബിന്റെ പരമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞങ്ങൾക്കും കൂടി ചെയ്ത് തരാമോ എന്ന് വെച്ചാൽ, അതായത് യൂട്യൂബിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് ചെയ്തു തരാനായിട്ട് ഇവിടെ സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് നമ്മൾ ചെയ്യണതല്ല. സുധിച്ചേച്ചി തൊട്ടടുത്തായിരുന്നു ഇയാളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതെന്തോ ദൈവം അനുഗ്രഹിച്ച് എല്ലാം കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ഇപ്പം ഇതുവരെ പോന്ന് എല്ലാം ഓക്കെ ആയി നിൽക്കണേണ്. ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഒന്നും ചെയ്യണ ഒരു വ്ളോഗേഴ്സ് അല്ല ഞങ്ങൾ. നമ്മൾ സാധാരണ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോണതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളിത് പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. കാരണം ഞങ്ങളുടെ കണ്ടന്റ് അല്ല അത്. അതുമല്ല ഞങ്ങൾക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതൊക്കെ കാണിക്കേണ്ടത് എന്നുള്ള രീതി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ മറ്റേ യൂട്യൂബിന്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്യണ ഒരു കണ്ടല്ലോ, സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊക്കെ കാണിക്കും. അപ്പൊ അങ്ങനെ ചെയ്യണ ഒരാൾക്കാരല്ല, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനോ അറിയില്ല. നമ്മളിങ്ങനെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് പോകുന്ന ആൾക്കാർ, ഇപ്പോൾ പുറത്തോട്ട് പോകുന്നതും വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം വെക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അറിയാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെയാണ് നമ്മളെ വിളിക്കണം. വയനാട്, പാലക്കാട്, മലപ്പുറം അങ്ങനെയുള്ള ഒരുപാട്, തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിളിക്കണം. ഒന്ന് ചെയ്തു തരുമോ ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ വന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾ വന്നുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരോട്ടെ. കാര്യം ഞങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ അതിനൊരു പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും മേടിക്കാറില്ല മറ്റുള്ളവരെ പോലെ. ഇവിടെ അടുത്തുള്ളവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഇപ്പൊ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ വന്നേന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ഈ ദൂരെയുള്ള വയനാട്, മലപ്പുറം അവിടെയുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് തീരണ പരിപാടിയല്ല. ഇത് ആദ്യം തന്നെ ഒന്ന് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു മെയിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് ചിലപ്പോൾ പിറ്റേ ദിവസം വരും, ചിലപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ വരും. അങ്ങനെയൊക്കെ ചേച്ചിക്ക് തന്നെ നമ്മളിപ്പോ ഒരു ആദ്യത്തെ ഒരു 4 ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അല്ലേ, 4 ദിവസം ഇപ്പൊ ഒരാഴ്ച സുധിച്ചേച്ചി നമ്മുടെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണേണ്. സുധിച്ചേച്ചി നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അങ്ങോട്ടും പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ വീട്ടിൽ പോയി. നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തില്ല. അപ്പൊ അങ്ങനെ ഓരോ ദിവസം കെട്ടോടി ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും വരേണ്ടത്, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴായിരിക്കും വരേണ്ടത്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിളിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ എന്തായാലും ചെയ്തു തരും. അതെ, ചിലവര് പകുതിക്ക് വെച്ച് കട്ടായി പോയിട്ട് ചേട്ടാ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ വെച്ച് സ്റ്റക്കാണെന്ന് പറഞ്ഞ് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അവര് കുറെ യൂട്യൂബേഴ്സിന് 1-2 പേരെ വിളിച്ചപ്പോഴത്തേക്കും അവർക്ക് എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവൂല. അപ്പൊ ഭയങ്കര സങ്കടത്തോട് പറഞ്ഞു, എനിക്ക് ഇതുകൊണ്ട് ലൈഫിൽ മുമ്പോട്ട് പോകാനുള്ള നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ഇന്നലെ കുറച്ച് നേരം നിന്ന് എന്താണെന്നുള്ള ഇച്ചായി കുറച്ചേരം ആ ഒരു ടൈം കുറച്ചേരം മാറ്റി വെച്ചിട്ട് ആ ചേച്ചിയുടെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ കാണിച്ചു കൊടുക്കുകയും എല്ലാം. വീഡിയോ കോൾ അല്ല, ഫോണിൽ കൂടിയാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഫോണിൽ കൂടി പറഞ്ഞ കുറെ കാര്യങ്ങൾ മനസ്സിലാവൂല. കാരണം നമ്മുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ച് ചെയ്ത് ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോ അത് സക്സസ്ഫുൾ ആയപ്പോൾ അവർ ഒരുപാട് നമ്മളോട് നന്ദി പറഞ്ഞു. എനിക്ക് എല്ലാ യൂട്യൂബേഴ്സും എന്നെ കൈവിട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ തുടങ്ങിയിരിക്കുന്നതാണ് ആ ചേച്ചിയും രാവിലെ മുതൽ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടും ചിലവർക്ക് ശരിയാവൂല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്ത് തരൂലെന്ന് ഒരിക്കലും പറയണില്ല. നമുക്ക് ഇത്ര ദൂരത്തിന്റെ ഇതും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചെയ്തു തരാൻ പറ്റില്ല. കാര്യം നമ്മുടേതായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും 4 മണിക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ഒരു വ്ളോഗും കാര്യങ്ങളും. അപ്പോൾ എല്ലാം കൂടി പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പച്ചക്കറി മേടിക്കാൻ പോകും, അല്ലെങ്കിൽ വീട്ടിലെ കറിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും, എല്ലാം കൂടി കഴിയുമ്പോൾ നമുക്കും ഒന്നിനും അങ്ങോട്ട് വന്നിട്ട് ചെയ്തു തരാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ട് വന്നവർക്കൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഫോണിൽ കൂടി പറ്റാവുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. കാര്യം ഇത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സിസ്റ്റവും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ
അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ എല്ലാവരും പറയും അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരും, വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ നെറ്റും പ്രധാനമാണ്. നെറ്റ് നല്ലപോലെ റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം അല്ലെങ്കിൽ കറങ്ങി അങ്ങനെ നിൽക്കണത്. അപ്പൊ കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകാത്ത കൊണ്ടായിരിക്കും. പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കാര്യം ഇതിനകത്ത് ഫുൾ ടൈം നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾ അവർക്ക് മാത്രമാണ് ചെയ്തു കൊടുക്കുക. അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ എന്താണ്. ഇത് മോണിറ്റൈസേഷൻ ആവണില്ല, ഞങ്ങൾക്ക് എന്താണ് ആവാത്തത്. പക്ഷെ വീഡിയോ ഇടാന്ന് വെച്ചപ്പോ അവര് വീഡിയോ ഇടണില്ല. അപ്പൊ വീഡിയോ ഇട്ടാലേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. നമുക്ക് 4000 വാച്ച് അവർ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കടമ്പ കടക്കാൻ 4000 വാച്ച് അവർ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സും കൂടി ആയാലേ നമുക്ക് ആ ഒരു കടമ്പ കടക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ചിലവർ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത് ചിലവരുടെ വിചാരം എന്താണ് ഈ 4000 അറിയാൻ പാടില്ല. അത് കൂടുതലും പ്രായമുള്ള കുറെ ചേച്ചിമാര് നമ്മളെ സുധി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത്, മോനെ എനിക്കറിയാൻ പാടില്ല, കാശ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ 4000 വാച്ചവർ 1000 സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ അയ്യോ 4000 വാച്ചവറാണോ, എനിക്ക് എത്രയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലവർ YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് അറിയാൻ പാടില്ല അവർക്ക്. അപ്പൊ അതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാര്യം ഞങ്ങൾ പറയാം, നമ്മൾ വിളിക്കുന്നവർ 4000 വാച്ചവറും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ വിളിക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. കുറെ പേര് നമ്മൾ പറഞ്ഞു അങ്ങനെ. പിന്നെ ഇന്നലെ ഒരു ചേച്ചിയുടെ നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ ആ ചേച്ചിയുടെ ഒരു വോയിസ് ഞങ്ങൾ കേൾപ്പിച്ചു. ആ ചേച്ചിയുടെ ഒരു സന്തോഷം അത് നിങ്ങളായിട്ട് നമ്മളൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ. കാര്യം ഒരിക്കലും ഞാൻ പറയാ ഞങ്ങൾ ഇതുമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളെ കൊണ്ട് ആവുന്നുണ്ട്. പക്ഷെ ആ ചേച്ചി പറഞ്ഞു ആർക്കും കുറെ പേര് ചെയ്തിട്ട് പറഞ്ഞു വീഡിയോ നിങ്ങളുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവൂല എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ എന്തായാലും ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ സുധിച്ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ചായനും ഇച്ചായത്തിൽ നിന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലും പരിചയപ്പെടുന്നത്. അപ്പം ചേച്ചിക്ക് ഇവര് ഇങ്ങനെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ ചാനലിന് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കായിരുന്നു. വാച്ചിങ് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കുറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഘട്ടങ്ങൾ വന്നു. കുറെ പേരെ ഞാൻ സമീപിച്ചു. ചിലവരൊക്കെ എന്നോട് ഇതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ സുചേച്ചിയുടെ വീഡിയോ കാണുന്നത്. അപ്പം കണ്ടപ്പം ഞാൻ ഇവർക്ക് മെസ്സേജ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് വാട്സാപ്പ് നമ്പറിൽ ഞാൻ മെസ്സേജ് ചെയ്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് റീപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവരെനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം അവരുടെ സ്വന്തം കാര്യമാണെന്നുള്ള നിലക്കെടുത്ത് എനിക്കത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് നന്ദി പറയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റെക്കായി നിൽക്കായിരുന്നു. ആ സമയത്താണ് എനിക്ക് ചേച്ചിയും ചേട്ടനും കൂടെ ചേർന്നിട്ട് എനിക്കിത് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇങ്ങനെ അവര് വിളിച്ചു നമ്മളോട് നമുക്ക് ആ ചെയ്ത് കൊടുത്തതിന്റെ ഒരു സന്തോഷം പങ്കിട്ടിട്ടാ. അപ്പൊ അത് വളരെ സന്തോഷമായിരുന്നു. അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കാര്യം, ഇത് ഞങ്ങൾ ഫോണിൽ കൂടി ആർക്കും അവർ കുറെ പേര് വിട്ടു പോയി. പിന്നെ ഞങ്ങൾ ഇതുകൊണ്ടാണ് എനിക്കൊരു ലൈഫ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ കുറെ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയമൊക്കെ മാറ്റി വെച്ച് ഇയാൾ ഇന്നലെ നമ്മുടെ വീട്ടിൽ കറിയൊന്നും വെക്കാൻ പറ്റില്ല, എന്നിട്ട് അപ്പുറത്തെ വിനോദന്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് കറിയൊക്കെ രാത്രി കൊണ്ടുവന്നത്. കാര്യം ഞങ്ങൾ ഇതിന്റെ പുറകെ ഇങ്ങനെ കുറെ നേരം നിന്ന് അതിൻ്റെ അടുത്ത് നമുക്ക് സുധിച്ചേച്ചിയുടെ വീട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് പിന്നെ പറയാൻ പറ്റും നമ്മൾ എന്താണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മുടെ സമയങ്ങളും കുറെ പോയിരുന്നു. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ ടൈമിൽ ഒരു പരിധി സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മളെ കൊണ്ട് ആവുന്നത് ഞങ്ങൾ എന്തായാലും ചെയ്തു തരും കേട്ടോ. ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് പ്രത്യേകിച്ച് പേയ്മെന്റും മേടിക്കണില്ല. നമ്മളോട് ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെ പൈസ ആഗ്രഹിച്ചിട്ടല്ല മേടിച്ചത്. നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് മാത്രമേ ഞങ്ങൾ അവരോട് പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ച് വയനാട്ടിൽ നിന്നാണ് കുറെ കോളുകളായിട്ടോ. വയനാട് എല്ലായിടത്തും വിളിച്ചോണ്ടിരിക്കണേണ്. അപ്പൊ നമ്മള് ഇന്നലെ രാത്രി 12 മണി എങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കോള് ഞാൻ അറ്റൻഡ് ചെയ്തില്ല, കാരണം രാത്രി ആയിരുന്നല്ലോ. അപ്പം അറ്റൻഡ് ചെയ്തില്ല, ഇച്ചായ ഉറക്കത്തിലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ ഇതിങ്ങനെ കാര്യം പറയാൻ വേണ്ടിയിട്ടായി. അപ്പൊ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഇതിനെപ്പറ്റി അധികം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചായിനെ വിളിച്ചില്ല. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് ആ ചേച്ചിയാണെന്ന് അറിയില്ല കേട്ടോ ഇന്ന് രാവിലെ വിളിച്ചത്.
വയനാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇതേപോലെ തന്നെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ ഓപ്ഷൻ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ വീഡിയോ എടുക്കണ കാലം മുമ്പ് വരെ. പിന്നെ കുറച്ച് പേർക്ക് ഒരു ഇതുണ്ട്, അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ലിങ്ക് അയച്ചു തരും. നമ്മുടെ വാട്സാപ്പിൽ ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കാണും, എന്നിട്ട് അഭിപ്രായം പറയുന്നൊക്കെ പറഞ്ഞിട്ട് അയക്കണം. അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ ലിങ്ക് അയച്ചാൽ ഞങ്ങളത് ഒരിക്കലും ഓപ്പൺ ആക്കില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ പ്രൊട്ടക്റ്റ് ഉണ്ട്. ഒരുപാട് ലിങ്കുകൾ ഇങ്ങനെ ഹാക്കിംഗ് ടൈപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് കാര്യം പറയുമ്പോൾ നമ്മളത് കാണും. പിന്നെ ചാനൽ ID പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ ഒരു ചാനലിൽ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ഭയങ്കര വിഷയമായി, ഒരു ലിങ്ക് അയച്ചത്, നിങ്ങൾ എൻ്റെ ചാനൽ ലിങ്ക് അയച്ചിട്ട് എന്താണ് കാണാത്തത്? ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾ അയക്കണത് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങളെക്കുറിച്ചും അറിയില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ ചാനൽ കാണാൻ പറ്റില്ലെന്ന് കുറേ ഒച്ചയൊക്കെ എടുത്തിട്ടാ ആളുകൾ എടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ, കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പറയണില്ല. പുള്ളിക്കാരൻ നിങ്ങൾ എന്നാ കാണണ്ടാന്നും പറഞ്ഞിട്ട് വേഗം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചിട്ട് പോയി. അപ്പം അങ്ങനെയും കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടെ പറയണേ അങ്ങനെ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അല്ലേ, കാര്യം ഒരുപാട് പേരുടെ ഹാക്കായി പോയിക്കണം നമുക്കറിയാം. ഇങ്ങനെ ലിങ്കുകളൊക്കെ ലിങ്കുകൾ വഴിയാണ് കുറെ പേരുടെ ചാനൽ കാര്യങ്ങളെല്ലാം ഹാക്കായി പോയത്. അപ്പൊ നമ്മള് റിസ്ക് എടുക്കാതെ ഇരിക്കണതാണ്. പിന്നെന്താണ്, പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് സുധി ചേച്ചിക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് നമ്മളോട് നന്ദിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാതെയും കുറെ പേര് സുധി ചേച്ചിനെ ഹെൽപ്പ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് നന്ദിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് വേറെ എന്തൊരു കാര്യമോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പറഞ്ഞു കേട്ടോ. അതിങ്ങനെയാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓരോ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു. വേറെന്താണ് പറയാനുള്ളത്? ഞാൻ എന്തോ നീ പറഞ്ഞോണ്ടിരുന്നപ്പോഴേ മറന്നുപോയിരുന്നു. ഇതാണ് എന്റെ കൊച്ചി, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകട്ടെ. അൽഷിമേഷല്ല, അരുണയുടെ സ്വഭാവമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഇന്ന് വന്നത്. മറ്റേ കാര്യം ഓർത്ത് കഴിയുമ്പോ നമ്മൾ പറയാട്ടെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് മീനും കാര്യങ്ങളും ഒന്നും മേടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഇവിടെ ഹാർബറിൽ പോയിട്ട് വേണം മീനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകണയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങളൊക്കെ തരുന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ട് പിന്നെ കുറെ പേര് പിന്നെ അതുകൊണ്ട് അത് മാത്രമല്ല ഒരു കാര്യങ്ങളുണ്ട്. കുറെ പേര് പറഞ്ഞ് നമുക്ക് പൈസ നിങ്ങളെ കൊണ്ട് ആവണ പോലെ പൈസ കൊടുത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു റെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. പിന്നെ ലോണ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി, കുറെ റിക്കവറി ഇപ്പോഴും ഞങ്ങൾ അതിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ അവര് നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതിന് നമ്മൾ പൈസ കൊടുത്ത് ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. ഒരു 2 കൊല്ലം മുമ്പ് നമ്മളൊരു ഗൾഫിൽ പോയിട്ട് കുറച്ച് നമ്മളിവിടുത്തെ വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ട്, ചുരുക്കി ഞാൻ പറയാം, വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം നമ്മളോട് ഗൾഫിലോട്ട് ജോലിക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം സെറ്റിലാവാം, അപ്പം നിങ്ങൾ വീട്ടിലെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് പോരി, ഇനിയും നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫ് കൂടി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളും നമ്മളിവിടെ നിന്ന് വിറ്റിട്ടാണ് സാധനങ്ങളെല്ലാം പോയി. അതായത് വിറ്റെന്ന് വെച്ചാൽ വെറുതെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുത്ത്, അല്ലാതെ ടേബിള് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, പിന്നെ AC അങ്ങനെയുള്ളതൊക്കെ കൂട്ടുകാരന് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും അതെല്ലാം പോയി. ഇനിയിപ്പോ നമ്മള് അത് ആദ്യം അതിന്റെ വീഡിയോ ഞാൻ ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങളെ കൊണ്ട് ആവുന്നെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു കൊടുക്കാനും പിടിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല, കാര്യം സ്വന്തമായിട്ട് ഒരു വീടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിനുള്ളതൊന്നും ആയിട്ടില്ല. ഇപ്പോഴും വാടക വീടാണ്. നമ്മുടെ അത്യാവശ്യം ലോണ് കാര്യങ്ങൾ, പിന്നെ അന്ന് പോയതിൻ്റെ കുറേ കടങ്ങൾ, അതൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അപ്പം വേറെ ഒന്നുമല്ല, സുധി ചേച്ചി കൊണ്ടുപോയിട്ട് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ അപ്പം സുധി ചേച്ചിക്ക് നമ്മുടെ ലൈഫ് എന്താണെന്ന് അറിയാം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പൊ സുധി ചേച്ചി ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സുധി ചേച്ചിക്ക് ഒരു എമൗണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിൽ ഞങ്ങള് യൂട്യൂബ് ചാനല് അല്ലേ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ കൂടെ എന്നും ഉണ്ടാവും സുധി ചേച്ചിയുടെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.